സ്വാഗതം. ദിസ് ഇസ് മീ അവ. ഇന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇൻട്രൊഡ്യൂസ്മെൻറ്റും എന്തുവാ ഒരു ക്രാഫ്റ്റുമാണ്. എൻ്റെ ക്രാഫ്റ്റ് ഞാൻ ഫസ്റ്റ് കാണിക്കാം. ഒരു പേപ്പർ കവറാണ്. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന പേപ്പർ കവറാണ്. ബാക്ക് ഇങ്ങനെ സൈഡ് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഇങ്ങനെ എല്ലാം കാണിച്ചിട്ടുണ്ട്. അകത്ത് ഇങ്ങനെ ഒരു കുറച്ച് സ്പേസസ് ആയിട്ടുള്ള ബാക്കിൽ ഇങ്ങനെ. ഓക്കെ, നമുക്ക് വീഡിയോട്ടൊക്കെ പോവാം. നമ്മളൊരു പീസ് പേപ്പർ എടുക്കണം ആദ്യമേ. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കണം. നന്നായിട്ട് എന്തുവാ മടക്കണം. സമയമെടുത്താലും നമ്മൾ പെട്ടെന്ന് ചെയ്യും കേട്ടോ. ഞാൻ പിക്ചേഴ്സും കാണിക്കാവേ. പിന്നെ നമ്മൾ ട്രയാങ്കിൾ ചെയ്യുക. അപ്പോൾ സെയിം ആൾക്ക് ട്രയാങ്കിൾ ചെയ്യണം. ഇതില്ലേ, ഇതിങ്ങനെ ആക്കിയിട്ട് വേണം ട്രയാങ്കിൾ ചെയ്യാൻ. ഇത് ഈ വരയില്ല, വര നോക്കിയാണ് ട്രയാങ്കിൾ ചെയ്യേണ്ടത്. നേരെ നല്ലോണം മടക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കണം. ഇപ്പോഴത്തെ സൈഡ് ഇങ്ങനെ മടക്കണം. ഇത് മടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇത് കിട്ടാനുള്ളത് ആൻസർ. ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഈ സൈഡില്ലേ, ഈ മടക്കിയ ഭാഗത്തോട്ട് വരണം. കുറച്ച് പാടാണ് ഈ ടാസ്ക്. ഇങ്ങനെ ആക്കി ഇവിടെ മടക്കണം. മടക്കി പിടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അതേ സെയിം കണക്ക് അതേ ഇവിടെ കൊണ്ടിരിക്കണം. ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കണം. ഈ ഊട്ടയില്ലേ, ഇവിടുത്തെ ഊട്ടയിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഫ്രണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു പീസ് പേപ്പർ എടുത്തിട്ട് എന്തോ ചെയ്യണം. ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പതുക്കെ ചെയ്യണം ഗൈസ്. ഞാൻ കുറച്ച് എനർജിയിലല്ല, അടുത്ത വീഡിയോയിലൊക്കെ വരുമ്പോൾ എനർജി കൂടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഇത് നമ്മൾ അകത്ത് ഒട്ടിച്ചെടുക്കും. കാണാം, നമുക്ക് പെട്ടെന്ന്
ഒട്ടിച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യണം. ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. എന്നിട്ടത് ഈ സൈഡിൽ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കും. സോറി ഗൈസ്, ഇവിടെയാണ് ഗൈസ്. കുറച്ച് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഇനി സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ ഞാൻ എങ്ങനെ നന്നായിട്ട് വീഡിയോ ഇടാം കേട്ടോ. നമ്മളെന്തോ ചെയ്യണമെന്ന് പറയട്ടെ. ഇതെടുത്തിട്ട് കുറച്ച് താഴ്ത്തിട്ട് ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വെക്കുക. ഇത് മടക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിൽ മടക്കി കൊടുക്കണം. രണ്ട് സൈഡ് അകത്തോട്ട് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത് കണ്ടോ, ഞാൻ 2 കവറാണ് എനിക്കിപ്പം നെയ്യിലേക്കുന്നത്. ഇത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം. ഈ റെസിപ്പി പേപ്പർ കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കാം. എന്തോ ഗിഫ്റ്റ് ഉണ്ടാക്കാം ആലോചിച്ചോ. നമുക്ക് ഒരു കാർഡ് ഉണ്ടാക്കാം. എല്ലാ കാർഡിനൊക്കെ വേണം. ഇങ്ങനെ ആക്കി കൊടുക്കും. അങ്ങനെ ആക്കി കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പം വരാം കേട്ടോ. നമുക്ക് എല്ലാം കേട്ടോ. കളറെടുക്കാൻ പോയി ഒരു കാര്യം ഈ കളറാണ്. അപ്പം നിങ്ങൾ റെസിപ്പി പേപ്പറിൻ്റെ എടുക്കണം. ആ റെസിപ്പി പേപ്പറാണ് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ ഡ്രോയിങ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ കളറാണ് ഞാൻ ഡ്രോയിങ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് കളർ ഗ്രീനാണ്. ഒരു ഹാബിറ്റ്സ് ഞാൻ എന്നൊക്കെ പറയുന്നത് ഇതൊരു ഗ്രീൻ ബ്രൗസി ഗ്രീനാണ്. ഇതൊക്കെ എന്തൊരു പേരാണ്. അപ്പോൾ ഞാൻ മേടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്തുള്ള കളേഴ്സ് ഒന്നും ഭയങ്കര ഡെഫിനിഷൻ ആയിട്ട് അറിയുന്നത്. സോസ് എടുക്കണം. നമ്മൾ ഇത്രയും കുഞ്ഞതായതുകൊണ്ട് അതിനകത്ത് ഫിറ്റ് ആവാൻ പറ്റുന്ന ഒരു ടൈപ്പ് സൈസിൽ വേണം നമ്മൾ അത് ഇതാക്കണം.
ഡിസൈൻ ചെയ്യണം. നമ്മൾ എല്ലാം ഡിസൈൻ ചെയ്യും. കുറച്ച് ഫ്ലവേഴ്സ് കൊടുക്കാം ഗൈസ്. ഫ്ലവേഴ്സിന് വേണ്ടി ഞാൻ എടുക്കുന്ന കളറ് തേർഡ് കളർ നമ്പേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമ്പേഴ്സ് ഉണ്ട്. ഷെയ്ഡ് നമ്പർ എടുക്കാൻ പോകുന്ന ഷെയ്ഡ് നമ്പർ 4 ആണ്. ഒരു വെൽവെറ്റ് റെഡാണ് ഗൈസ്. എന്നിട്ട് ഇതെടുത്തിട്ട് ഒരു വി ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. ഇങ്ങനെ വി ഷേപ്പായിട്ട് വരച്ചു. നല്ല രസമാണ് ഗൈസ്. അപ്പം ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി 27 ആണ്. ഒരുപാട് ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതേ ഉള്ളൂ. ജനുവരി 17 എൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനും ഉണ്ട്. 31 എൻ്റെ സെലിബ്രേഷൻ. ഞാൻ പഠിക്കുന്നത് സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ. നല്ല സ്കൂളാണ് കേട്ടോ. ഇമ്പ്രൂവ്മെൻ്റ് നല്ല പഠിപ്പിക്കും കേട്ടോ. യൂട്യൂബർ എൻ്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിനെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഈ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൊള്ളാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളത് നോട്ടിനകത്ത് എഴുതണം. അകത്ത് ഒരു ഡിസൈൻ ചെയ്യുന്നോടെ ഹാപ്പി ഡേ. ഇതാണ് ഇതൊക്കെ ഹാപ്പി ഡേ. ഹാപ്പി ഡേയുടെ ഇൻഫോർമേഷനാണ് എഴുതുന്നത്. ക്യാപ്പ് അടയ്ക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളറുണ്ടെങ്കിൽ ഒരു 16 കോറൽ പിങ്കാണ്. കോറൽ പിങ്കാണ്. ബാക്കി ഇത് കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു കവർ ചെയ്യണം.
അറിയത്തില്ല. എന്നിട്ട് എൻ്റെ എന്താ ഹോബീസ് പറയാം. എൻ്റെ ഹോബീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡ്രോയിങ്, ഡാൻസിങ്, ക്രാഫ്റ്റിംഗ്, ക്ലേ മോഡലിങ്, സോങ്, അങ്ങനെ ഹോബീസ്. പിന്നെ അതിന് കളക്ഷൻ പറയുകയാണെങ്കിൽ യൂണിക്കോഡ്, ക്ലേ, മണി, സ്റ്റിക്കർ, സ്റ്റാമ്പ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിൻ്റെ ഡ്രോയിങ്സ് കാണിച്ചു തരാം. ട്യൂഷന് പോയിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഡേ ആണെന്ന്. ഡ്രോയിങ് ബുക്ക് കുറച്ച് ഡ്രോയിങ്സ് ഒക്കെയാണ്. ഫസ്റ്റ് ഇതാണ്, ഇതിൻ്റെ പേരാണ് ഒരുപാട് ഐസാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളക്ഷൻ ഓർത്തെടുക്കണം. ബൺ കളക്ഷൻ എല്ലാവരും സിമ്പിൾ ഒരു പൂച്ചപ്പനാണ്. പൂച്ചപ്പൻ എനിക്കിഷ്ടപ്പെട്ടു. ഇത് ഒറ്റ ഹാങ്ങറേ ഉള്ളൂ. ഇത് നമുക്ക് ചേച്ചിക്ക് കൊത്തി നോക്കാം. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് കുറച്ച് വെട്ടിക്കുറക്കലാണ്. ഇത് നമ്മൾ ഈ കിട്ടിയത് അത് നമുക്ക് ബിഗ് കാർഡും പിന്നെ ഇതൊരു സ്മോൾ കളർ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് 60 കളേഴ്സുള്ള സെറ്റാണ്. സൂപ്പറാണ്, മേടിക്കണം കേട്ടോ. 60 പീസസിൻ്റെയാണ്. ഒരുപാട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഇത് ഞാൻ വേറെ ഡ്രോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇത് പക്ഷെ പെർഫെക്ഷനാണ്. ഇത് കുറച്ച് ഡള്ളായിട്ട് പക്ഷെ ഇത് പെർഫെക്ഷനാണ്. കൊള്ളാല്ലേ? ഇങ്ങനത്തെ കുട്ടി കുട്ടി ബാഗ്സ് ഉണ്ടാക്കി നമ്മൾ കുട്ടി കുട്ടി ഗിഫ്റ്റൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാൻ നല്ല രസമായിരിക്കും. കുട്ടി കുട്ടി ഗിഫ്റ്റ് നല്ലതായിരിക്കും. അപ്പം പിന്നെ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.